എന്തൊരു ചിരിയടി ഇത്, കുറച്ച് കുറക്കി. എപ്പോഴും കരഞ്ഞോണ്ടിരിക്കണോ? ഉച്ചക്ക് കുറച്ച് ഊണ് കൂടി പോയി. പെങ്ങളുണ്ടാക്കിയ ചെമ്മീൻ കറി കൊണ്ട് കോരി കോരി എടുത്ത് തിന്നുമായിരുന്നു. നേരെ എന്റെ ക്ലീറ്റൊക്കെ ഇച്ചിരി തരാൻ പറഞ്ഞിട്ട് അതും തന്നില്ല. പ്ലേറ്റൊക്കെ വേണമെങ്കിലേ നീയാണ്ട് മേടിച്ച് വെച്ചു കൊടുക്ക്. കടലിൽ ഇഷ്ടം പോലെ ചെമ്മീൻ ഉണ്ടല്ലോ. എന്താ അറിയില്ല, ചേച്ചി വെച്ച ചെമ്മീൻ കറിക്കുണ്ടല്ലോ അമ്മ വെച്ച കറിയുടെ ടേസ്റ്റാ. അത് കൂട്ടിങ്ങനെ ഉണ്ണുമ്പൊക്കിന്റെ അമ്മേനെ ഇങ്ങനെ ഓർമ്മ വന്നു. ഇന്നിപ്പോ ഉച്ചക്ക് വെറുതെ ഒന്നും ഇങ്ങനെ കണ്ട് വാങ്ങിയപ്പോ അമ്മേനെയും അച്ഛനെയും സ്വപ്നം കണ്ടു. എന്താ കണ്ടേ? ഞാനും ചേച്ചിയും കൊച്ചുങ്ങളാ ഞങ്ങളുടെ കയ്യും പിടിച്ചിട്ട് അച്ഛനും അമ്മയും ഇങ്ങനെ തിരക്ക് കൂടെ ഇങ്ങനെ നടക്കുക. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോ അമ്മയും അച്ഛനും ചേച്ചിയും എൻ്റെ കൈ വിട്ടിട്ട് അവരങ്ങനെ പോയി. ഞാൻ ഒറ്റയായി. അങ്ങനെ ഒറ്റയ്ക്ക് നിന്നിങ്ങനെ കരയുക. അപ്പൊ ഞാൻ ഞെട്ടി ഉണർന്നു. ഒറ്റയ്ക്ക് നിന്നിങ്ങനെ കരയുന്ന കാര്യം ആലോചിച്ചപ്പോ തുടങ്ങിയല്ലോ കഴിച്ചിട്ടും പിടിച്ചിട്ടും. നേരം വെളുത്തപ്പോ തുടങ്ങിയതാണ്. ഇനി വേണാലും ഇങ്ങനത്തെ സ്വപ്നം കണ്ടേക്കരുത് അമ്മ. എന്തോന്നമ്മ വൈകിട്ട് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവലോസ് കൊണ്ട് ഉണ്ടാക്കിയട്ട? എന്തിന്? ചായക്ക്. ഒരാഴ്ചക്കുള്ള ചോറ കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ ഒന്നും നടക്കില്ല. വൈകിട്ട് ചപ്പാത്തിക്ക് കൂർക്ക മെഴുക്കുവരട്ടിയുണ്ട്. പിന്നെ ആ ചെമ്മീൻ ഒരു ഇത്തിരി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നിനക്ക്. എന്നിട്ടാണ് എന്റെ ക്ലീറ്റോന് ഇച്ചിരി തരാതിരുന്നത്. ഞാൻ രാവിലെ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ചേച്ചി അപ്പൊ തൊട്ട് തുടങ്ങിയതാ എന്നെ അങ്ങനെ സ്നേഹിക്കല്. അവിൽദാർ അങ്ങനെ ചെയ്തു എന്ന് കരുതിയിട്ട് അപ്പോഴത്തെ ഒരു വിഷമത്തിന് ഞാൻ അങ്ങനെ പറഞ്ഞതാ. അല്ലാണ്ട് എനിക്കങ്ങനെ ആരോടും വിരോധമൊന്നുമില്ല. അല്ലടാ, എന്റെ കാലം കഴിഞ്ഞാ പിന്നെ ആരുണ്ടും നിന്നെ നോക്കാൻ? അയ്യോ, അപ്പൊ ഞങ്ങളൊക്കെ എവിടെയാ? പിന്നെ നീയൊക്കെ നിന്റെ മക്കളെയും കെട്ടിയോനെ നോക്കും. അല്ലാതെ എന്റെ കൊച്ചു കിടന്ന ആരുണ്ട് അവനെ നോക്ക? ആരെങ്കിലും ഉണ്ടാ? എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറയും? അതെ, ഈ ഇരിക്കുന്നതേ എന്റെ അച്ഛന്റെ സ്ഥാനത്താ ഞാൻ കാണുന്നത്, ഞങ്ങളുടെ അമ്മാവൻ. അല്ലാതെ അമ്മ അങ്ങനെയൊന്നും പറയരുത്. ഞങ്ങള് നോക്കൂല്ലേ അമ്മാവ? അതെ, പിന്നല്ല. ഇവരൊക്കെ ഇല്ലേ ജമന്തിയെ മാമനെ എടുത്തു വെച്ചാ ചെമ്മീൻ കറിന്ന് കുറച്ചെടുത്ത് ക്ലീറ്റോനെ കൊടുത്തയച്ചാ. പിന്നെ അത് വയറ് ഇങ്ങനെ പൊന്തി വരുന്നു. കുറച്ച് കട്ടൻ ചായട്ടുണ്ടോ? ശരി ശരി. നിന്റെ പൊന്നോ. നീ ഇങ്ങോട്ട് ഇവിടെയായിട്ട് വന്നിരിക്കുക. എന്താ ചേച്ചി? പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ എൻ്റെ കൂടെ പിണങ്ങോ? എന്തിനാ പണങ്ങനെ? കാര്യം എന്താന്ന് പറ. പിണങ്ങോ? ഇല്ല. സത്യത്തില് അന്ന് നിന്റെ കല്യാണം മുടക്കിയത് ഹബീൽദാരല്ല. ഞാൻ നിന്റെ കല്യാണം ഉറപ്പിക്കുന്നതിന് തൊട്ട് മുമ്പാണ് അറിഞ്ഞത്. രമ ഇപ്പൊ കല്യാണം കഴിച്ച ആ ചെറുക്കനുമായിട്ട് അടുപ്പം ഉണ്ടായിരുന്നത്. നേരത്തെ നമ്മുടെ സ്വത്തും പണവും ഒക്കെ കണ്ടിട്ടാണ് ഈ കല്യാണത്തിന് സമ്മതിച്ചത്. എൻ്റെ അനിയൻ അങ്ങനെ ഒരു പെണ്ണ് വേണ്ടെന്ന് എനിക്ക് തോന്നിപ്പോയി. പക്ഷെ ഞാനത് ഹവീൽദാരെടുത്ത് പറഞ്ഞപ്പോൾ ഹവീൽദാർ പറഞ്ഞ് നിനക്ക് ഇഷ്ടമില്ല എന്നുള്ളത് അഴകേശൻ അറിയണ്ട, അവൻ്റെ സ്വഭാവം നിനക്കറിയാലോ, നിന്റെ അടുത്ത് പിണങ്ങും, ആ കുറ്റം ഞാൻ ഏറ്റുകൊള്ളാന്ന് പറഞ്ഞു. അല്ലാതെ ഹവീൽദാർ ഒരു കുറ്റവും ചെയ്തില്ല. നീ നിന്റെ അളിയൻ്റെ കൂടെയുള്ള പിണക്കം ഇനിയും വച്ചോണ്ട് നടക്കരുത്. ഹവീൽദാർ ഒന്നും അറിയാത്ത കാര്യമുണ്ടത്. സത്യത്തിൽ ഹവീൽദാറിന് ഇഷ്ടമായിരുന്നു. എൻ്റെ കൂടെ പറഞ്ഞത്, അടി ഈ ചെറുപ്പത്തിൽ ചെറിയ ചെറിയ കുസൃതികളൊക്കെ ഇല്ലാത്തത് ആർക്കാണ്? അവന് ഇഷ്ടമാണെങ്കിൽ അത് നടത്തട്ടെ എന്നാണ് പറഞ്ഞത്. ഞാനാണത് വേണ്ടെന്ന് വെച്ചത്. പക്ഷെ അന്ന് നീ ആ കല്യാണം നടത്തിയിരുന്നെങ്കിൽ ഇന്ന് മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ടൊക്കെ സുഖമായിട്ട് ജീവിക്കുമായിരുന്നല്ലോ. ഞാനാണ് നിന്റെ ജീവിതം ഇങ്ങനെ ആക്കിയത്. എന്താ ചേച്ചി പറയണത്? അങ്ങനെയൊന്നുമില്ല. എന്റെ ചേച്ചി എന്ത് ചെയ്താലും അത് എനിക്ക് ഗുണത്തിനാവുന്ന എനിക്ക് അറിഞ്ഞൂടെ. പിന്നെ എനിക്ക് എന്താ ഒരു കുഴപ്പം? ഇപ്പൊ എനിക്ക് എല്ലാവരും ഇല്ലേ? അമ്മയുടെ അച്ഛന്റെ സ്ഥാനത്ത് എന്റെ ചേച്ചിയുണ്ട്, മക്കളായിട്ട് കനകുണ്ട്, തങ്കമുണ്ട്, ബീറ്റസ് ഉണ്ട്, ജമന്തി ഉണ്ട്, വേറെ കുട്ടികളുണ്ട്. എന്നെ പോലെ ഭാഗ്യം ചെയ്തവരാരുണ്ട് ചേച്ചി?
ഇത് ഇത്ര കാലം ഉള്ളിൽ ഒതുക്കി ഇങ്ങനെ പിഞ്ചി പൊട്ടി നടന്നു. അന്നേ പറഞ്ഞാൽ മതിയായിരുന്നില്ലേ?